ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം ചർച്ച ചെയ്യപ്പെടുന്ന ആരാധ്യനായ പ്രിയപ്പെട്ട സജി ചേരമൻ, അതുപോലെ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിവിടെ സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് രാജ്യത്തെ അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റായിട്ടുള്ള ഡോക്ടർ MK മുകുന്ദനാണ്. സാമൂഹ്യ രംഗത്ത് വളരെയേറെ സ്തുത്യർഹമായ സംഭാവനകൾ നിറവേറ്റുന്ന, ഇത്തരം വിഷയങ്ങൾ ആധികാരികമായി പഠിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മുകുന്ദ സാറുണ്ട്. വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് അഭിഭാഷകനായിട്ടുള്ള എൻ്റെ ഒരു സഹോദരനും സുഹൃത്തുമായിട്ടുള്ള അഡ്വക്കേറ്റ് സുനിൽ സി കുട്ടപ്പനാണ്. അങ്ങനെ ഏറെ പ്രിയപ്പെട്ടവരാണ്, വ്യക്തിപരമായിട്ടും സാമൂഹ്യമായിട്ടും ഒക്കെ തന്നെ വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ് നമുക്കിവിടെ ഉള്ളത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ആധികാരികമായിട്ട് ഞാൻ പറയാൻ പ്രാപ്തനല്ല. അതിൻ്റെ വിഷയങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുവാനും പറയുവാനായിട്ട് നമുക്ക് നമ്മളുടെ വിശിഷ്ട അതിഥികളായിട്ട് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. 2024 ഓഗസ്റ്റ് 1 ഇങ്ങനെ ഒരു വിധി ഉണ്ടാകുന്നത്, സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു വിധി ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ട് ആ വിധി രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിധി എന്ന തരത്തിലാണ് പിന്നീടുണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ആ പ്രക്ഷോഭങ്ങൾക്ക് അടിസ്ഥാനമില്ല, അങ്ങനെയല്ല എന്നൊരു വാദവും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഈ വിധിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എങ്ങനെയാണ്, ഈ വിധി എങ്ങനെയാണ് രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തെ ബാധിക്കുന്നത്, ആത്യന്തികമായി കേരളത്തിലെ ജനങ്ങളെ അതെങ്ങനെ ബാധിക്കുന്നു എന്നത് സംബന്ധിച്ച ഒരു ചർച്ചയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകാതെ സാധാരണക്കാരായ മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്, ഈ വിധി എന്നെ എങ്ങനെയാണ് ബാധിക്കുന്നത്, ഒരു പട്ടികജാതിക്കാരനായ എന്നെ എങ്ങനെയാണ് ഈ വിധി ബാധിക്കുന്നത് എന്ന് വളരെ വ്യക്തതയോട് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വിഷയാവതരണം ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. തുടർന്ന് ഈ വിഷയത്തിന്മേലുള്ള, ഈ വിധിയിന്മേലുള്ള ചർച്ചകൾ എന്തുകൊണ്ടാണ് അത് എതിർക്കപ്പെടുന്നത് എന്നതിന് കൃത്യമായൊരു വിശദീകരണം അനിവാര്യമാണ്. അതുപോലെ തന്നെ ഈ വിധി സ്വാഗതാർഹമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നത് സംബന്ധിച്ചും ഒരു വാദം കൃത്യമായിട്ടുണ്ടാകേണ്ടതുണ്ട്. അടിസ്ഥാനപരമായിട്ട് മാതൃദേശത്തിൻ്റെ ഒരു പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ മനുഷ്യർ കാണുന്ന ഒരു ചാനൽ എന്ന രീതിയിൽ നിയമപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകാതെ എങ്ങനെയാണ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നത് എന്ന തരത്തിൽ ഒരു സംവാദമാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. 2024 ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധി അത് ഇന്ത്യയിലെ പട്ടിക വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാണോ അതോ ദോഷകരമാണോ എന്ന് വസ്തുതാപരമായും നിയമപരമായും പരിശോധിക്കുക. അത് ഗുണകരമാണെങ്കിൽ അത് നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക. സുപ്രീം കോടതി വിധി ഈ ജനവിഭാഗങ്ങൾക്ക് ദോഷകരമാണ് എങ്കിൽ അത് ഇല്ലായ്മ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ള 2 ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ 2 പരിപാടികളാണ് നമുക്ക് നടപ്പിലാക്കേണ്ടത്. നമുക്കറിയാം, ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഇന്ത്യയിലാകമാനം തന്നെ അതുപോലെ തന്നെ കേരളത്തിലും പട്ടികജാതി ജനവിഭാഗങ്ങൾക്കിടയിൽ 2 അഭിപ്രായ ധാരകൾ രൂപപ്പെടുകയുണ്ടായി. പ്രധാനമായും സുപ്രീം കോടതി വിധിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും സുപ്രീം കോടതി വിധി ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് നിലപാടെടുക്കുകയും ചെയ്യുന്ന മറുപക്ഷവും. ഞാൻ നിൽക്കുന്നത് സുപ്രീം കോടതി വിധി ഭരണഘടനാപരമായി ശരിയായ ഒരു വിധി ആയിരുന്നില്ല എന്ന പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിയെ അനുകൂലിക്കുന്ന, അത് ശരിയാണ് എന്ന് വാദിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സംവാദങ്ങളിലൂടെയും അതുപോലെ ചരിത്രപരമായ മറ്റ് കാരണങ്ങളുടെയും തിരുത്തിക്കൊണ്ട് കൂടെ നിർത്തേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് എന്ന് വിചാരിക്കുന്ന പക്ഷത്ത് നിൽക്കുന്ന ഒരാളുമാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് സംവാദങ്ങളും മോഡറേറ്റർ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ മറുകണ്ഠം ചാടിയ ഒരാൾ എന്ന വിശേഷണമാണ്
അദ്ദേഹം എനിക്ക് നൽകിയത്. ആ വിശേഷണത്തെ അതർഹിക്കുന്ന ബഹുമാനത്തോടെ ആദരവോടെ ഞാൻ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. എന്നിരിക്കലും ആദ്യമായി എനിക്ക് പ്രതികരിക്കാനുള്ളത്, ഇത്തരമൊരു സംവാദം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത മാതൃദേശം TV-യുടെ തീരുമാനത്തെയാണ് എനിക്ക് ആദ്യമായി ബഹുമാനിക്കാനുള്ളത്. കാരണം ഇത് സംവാദത്തിലൂടെ ഒരു തീരുമാനത്തിൽ ഈ വിഷയത്തെ ഞങ്ങൾ സമീപിക്കുന്നത്. യാതൊരു പിടിവാശിയും അക്കാര്യത്തിൽ ഞങ്ങൾക്കില്ല എന്ന് പറയട്ടെ. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാട് ശരിയല്ല എന്ന് ബോധ്യമാകുന്ന നിമിഷം ആ നിലപാട് മാറ്റാൻ ഒരു കാരണവശാലും നമ്മൾ മടിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ പുലർത്തിപ്പോരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സംവാദത്തോടെ എപ്പോഴും ആരോഗ്യകരമായൊരു സമീപനം സ്വീകരിക്കാനാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധി എതിർക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്ന, നമുക്കറിയാം, പട്ടിക വിഭാഗങ്ങൾക്കിടയിൽ സബ് ക്ലാസിഫിക്കേഷൻ, ഉപസംവരണം, ആ ഉപസംവരണത്തെ സുപ്രീം കോടതി ശരിവെക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളത് തെറ്റാണ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സാമൂഹ്യ സാഹചര്യവും രാഷ്ട്രീയ സാഹചര്യവും എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, 4 സംസ്ഥാനങ്ങളിലെ, പ്രധാനമായും പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കെത്തുന്നത്. അതിൽ പ്രധാനമായും പഞ്ചാബ് കേസാണ്. അതിനകത്ത് സുപ്രീം കോടതിയുടെ മുന്നിൽ വന്ന ഒരു പ്രധാന ചോദ്യം എന്നുള്ളത്, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ പഞ്ചാബ് ഗവൺമെൻറ് പാസാക്കിയ നിയമം അത് ഭരണഘടനാ വിരുദ്ധമാണോ, കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ എന്നുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമാണ്. പക്ഷേ ഈ സുപ്രീം കോടതിയുടെ ഒരു വിധിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് അത് പരിഗണിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് വളരെ ലാഘവ ബുദ്ധിയോടെ കാണേണ്ട ഒന്നല്ല. ഇന്ത്യയിലാകമാനമുള്ള പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് ആശങ്കയുളവാക്കുന്ന, അല്ലെങ്കിൽ അവർ ഭയപ്പെടുന്ന ഒരു വിധി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ 2 പക്ഷമില്ല എന്നുള്ളതാണ്. എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഒരർത്ഥത്തിൽ അത് സമ്മതിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ള വിഷയം, എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധിയെ അനുകൂലിക്കുന്ന നിലയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് എന്നതാണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടത്. അതിനു മുമ്പ് ഈ സംവരണം എന്ന് പറയുന്ന ആശയം, അതിനെക്കുറിച്ചൊരു ചെറിയ വിശദീകരണം നൽകിയതിന് ശേഷം ഞാനതിൻ്റെ ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധിയിലേക്ക് വരാം എന്നാണ് കരുതുന്നത്. സംവരണം സാധ്യമാക്കിയത് എന്താണ്? എന്തുകൊണ്ടാണ് സംവരണം എന്ന് പറയുന്ന ഒരാശയം സാധ്യമായി? ഭരണഘടനാപരമായൊരു തത്വമായി എങ്ങനെയാണ് സംവരണം ഉരുത്തിരിഞ്ഞു വന്നത്? ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപങ്ങളിലൊന്ന്, ഇന്ത്യൻ ഭരണഘടന ലോകത്തുള്ള മറ്റു പല ഭരണഘടനകളിൽ നിന്നും പകർത്തി എഴുതപ്പെട്ടതാണ് എന്നതാണ്. ഏകദേശം 3 വർഷത്തോളമാണ് ഭരണഘടന നിർമ്മാണ സഭ സമ്മേളിക്കുകയും വളരെ വിശദമായ നിലയിലുള്ള സംവാദങ്ങളും ചർച്ചകളും രൂപപ്പെടുത്തിയെടുത്തതിന് ശേഷമാണ് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ
ഈ ഭരണഘടന എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സംവാദാത്മകമായിട്ടാണ് ഭരണഘടന രൂപപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയിലുള്ള വളരെ ഇന്നവേറ്റീവായ, മറ്റു ഭരണഘടനകളിൽ നിന്നൊന്നും തന്നെ കടം കൊള്ളാത്ത ഒരാശയമാണ് സംവരണം എന്ന് പറയുന്ന ആശയം. ഒരു അഫർമേറ്റീവ് ആക്ഷൻ എന്ന നിലയിൽ US ഭരണഘടനയിൽ അതുണ്ട്, അമേരിക്കൻ ഭരണഘടനയിൽ അതുണ്ട്. പക്ഷെ അമേരിക്കൻ ഭരണഘടനയിൽ പോലും അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്ന ആ ആശയം രൂപപ്പെട്ടത് ഭരണഘടന രൂപം കൊണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ്. ഒരു സിവിൽ വാർ തന്നെ വേണ്ടി വന്നു അവിടുത്തെ കളേർഡ് ജനതയ്ക്ക് അഫർമേറ്റീവ് ആക്ഷൻ പ്രോഗ്രാം അമേരിക്കൻ ഭരണഘടന നടപ്പിലാക്കാൻ. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ തനതായ ഒരാശയം എന്ന നിലയിൽ, മൗലികമായ ഒരാശയം എന്ന നിലയിൽ സംവരണം മുന്നോട്ട് വെക്കപ്പെട്ടു. ആ സംവരണം കൊണ്ട് അർത്ഥമാക്കുന്നത്, സംവരണം ഭരണഘടനാപരമായി അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ ചില ജനവിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കാതെ പോകും എന്ന ഇടത്താണ് സംവരണം പ്രസക്തമാകുന്നത്. ഭരണഘടന അത്തരമൊരു ഉറപ്പ് നൽകിയില്ലെങ്കിൽ, ഭരണഘടനാപരമായി ഉറപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ചില ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തും ഉദ്യോഗ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉറപ്പാക്കപ്പെടില്ല എന്ന ബോധ്യം ഭരണഘടനാ ശില്പികൾക്കുണ്ടായിരുന്നത് കൊണ്ടാണ് സംവരണം എന്ന ആശയം ഭരണഘടനയിൽ തന്നെ ഉറപ്പിച്ചത്. ഏറ്റവും ഫലപ്രദമായ ഒരു വാക്ക് നമ്മൾ ഭരണഘടനയിൽ കാണുന്നത് അഡ്വക്കേറ്റ് റെപ്രസെൻറ്റേഷൻ എന്നതാണ്. മതിയായ പ്രാതിനിധ്യം, ചില ജനവിഭാഗങ്ങളുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് ഭരണഘടന സംവരണമെന്ന ആശയത്തെ ഭരണഘടനയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭരണഘടന ഒരു സംവരണമെന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് മറ്റു നിലയിൽ പ്രാതിനിധ്യം ലഭിക്കാതെ പോകുന്ന വിഭാഗങ്ങളുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള ഒരു ആശയം എന്ന നിലയിലാണ്. നമുക്കറിയാം, അതിന് ഭരണഘടനാപരമായ ഒരു തത്വം തന്നെയുണ്ട്. ഭരണഘടനയുടെ പ്രിയാമ്പിൾ, അതിൻ്റെ തുടക്കത്തിൽ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് അതിൻ്റെ ആരംഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ഞാനങ്ങനെ പറയാൻ കാരണം, ഇതിനകത്തൊരു ജുഡീഷ്യൽ കോൺസ്പിറൻസി നമുക്ക് മണക്കും. ഒരു സുപ്രീം കോടതിക്ക് അറിയാം, 5 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഒരു വിധി, EV ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു കേസിൻ്റെ വിധി നിൽക്കുക തന്നെയാണ് പഞ്ചാബിലെ കേസ് വരുന്നത് 2 അംഗ ബെഞ്ചിൽ. അതിനുശേഷം 2 ബെഞ്ച് കൂടി വീണ്ടും രൂപീകരിക്കുന്നുണ്ട്. ഒരു 3 അംഗ ബെഞ്ച്. ആ 3 അംഗ ബെഞ്ചിൻ്റെ വിധി തന്നെ 5 അംഗ ബെഞ്ചും പരിഗണിച്ചതിന് ശേഷമാണ് ഈ 2024 ഓഗസ്റ്റ് 1 സുപ്രീം കോടതിക്ക് വിധിക്ക് ആധാരമായ 7 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഇത്തരമൊരു സാഹചര്യം നമുക്കറിയാം, സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ, സാമൂഹ്യപരമായ ചില പ്രശ്നങ്ങൾ പല മേഖലകളും ഉണ്ടാകുമ്പോൾ, ആ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ തണുപ്പിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് അതിന് വിധി പറയുക. അതിന് പല വഴികൾ സ്വീകരിക്കും. അഡ്വക്കേറ്റ് സുനിൽ സി കുട്ടപ്പൻ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ സമയത്ത് അദ്ദേഹം അതിലൊരു ജുഡീഷ്യൽ ഗൂഢാലോചനയുണ്ട് എന്ന നിലയിൽ പറഞ്ഞു. അദ്ദേഹം ആ നിലയിലൊരു അഭിപ്രായം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഒരു ജുഡീഷ്യൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം സ്വാഭാവികമായും 3 അംഗ ബെഞ്ചിൻ്റെ മുമ്പിൽ വന്നു. 3 അംഗ ബെഞ്ച് ഇത് EV ചിന്നയ്യ തെറ്റാണെന്നോ അത് ശരിയല്ലെന്നോ പറയുമെന്നോ മുൻവിധിയൊന്നും ആർക്കും ഇല്ലല്ലോ. 3 പേരും ഒരുമിച്ച് ഒരൊറ്റ സ്വരത്തിൽ പറഞ്ഞു, EV ചിന്നയ്യ റീവിസിറ്റ് ചെയ്യപ്പെടണം. ഞങ്ങൾക്ക് EV ചിന്നയ്യ ശരിയാണ് എന്ന ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ ഒരു വിധി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്തു? റഫർ ചെയ്തു.
നമ്മുടെ തന്നെ ഭരണഘടന തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്ററിനെ സംബന്ധിച്ച്, ഭരണഘടനാപരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് തീർപ്പാക്കാൻ ഒരു സുപ്രീം കോടതിയിലെ 5 ജഡ്ജിമാരടങ്ങുന്ന ഒരു ബെഞ്ചിന് മാത്രമേ കഴിയൂ. കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് എന്ന് പറയുമ്പോൾ അത് 5 ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചാണ്. അങ്ങനെയാണ് അത് 5 ജഡ്ജിമാരുടെ ബെഞ്ചിലേക്ക് വിടുന്നത്. 5 ജഡ്ജിമാരും അത് വിശദമായി വാദം കേൾക്കുന്നു. വാദം കേട്ടതിന് ശേഷം 2020 ഓഗസ്റ്റ് മാസം 27-ാം തീയതി 5 ജഡ്ജിമാരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഒരു വിധി പ്രസ്താവം നടത്തുന്നു. ആ വിധി പ്രസ്താവത്തിൽ അവർ പറയുന്നു, EV ചിന്നയ്യ ശരിയായ നിയമമല്ല, തെറ്റാണ്, അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം, റീവിസിറ്റ് ചെയ്യപ്പെടണം. പക്ഷേ ഞങ്ങൾ 5 പേരായതുകൊണ്ട് ഞങ്ങൾ അതിന് മുതിരുന്നില്ല, ഒരു ലാർജർ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് 2020 ഓഗസ്റ്റ് 27-ാം തീയതി ഈ 5 ജഡ്ജിമാരുടെ ബെഞ്ച് ഈ കേസ് 7-അംഗ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിടും. അങ്ങനെയാണ് 7-അംഗ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് ഇത് വരുന്നത്. 2024 ഓഗസ്റ്റ് 1-ാം തീയതിയിലെ വിധിന്യായം പുറത്തു വരുന്നതും ഇതാണ് അതിൻ്റെ നാൾ വഴി. 2024 ഓഗസ്റ്റ് 1-ാം തീയതിയിൽ സുപ്രീം കോടതിയിലെ 7-അംഗ ബെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇത് വരുമ്പോൾ വേറെ 2 നിയമങ്ങൾ കൂടി ഇതിനോടൊപ്പം വന്നു ചേരുന്നുണ്ട്. 1 ഹരിയാനയിലെ നിയമം, 2 തമിഴ്നാട്ടിലെ നിയമം, 3 ഈ 2 നിയമങ്ങളൂടെ വരുന്നുണ്ട്. ഓൾറെഡി ആന്ധ്ര നിയമങ്ങൾ പരിഗണിക്കപ്പെട്ടല്ലോ. അങ്ങനെ 3 നിയമങ്ങളുടെ, നോക്കണേ നിങ്ങൾ ഓർക്കേണ്ടത്, 3 സംസ്ഥാന നിയമങ്ങളുടെ ഭരണഘടനാ സാധുതയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത്. കേന്ദ്ര നിയമത്തിൻ്റെ അല്ല, മറിച്ച് സംസ്ഥാന നിയമങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയാണ് സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നത്. ഈ സംവരണം, ഞാനിത് പറഞ്ഞു വരുന്നത്, സംവരണത്തിൻ്റെ ഒരു മാനദണ്ഡത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ വിധി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെയാണ് സംവരണത്തിൻ്റെ മാനദണ്ഡത്തെ മാറ്റിമറിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടെർമിനോളജി ഡീമിംഗ് ഫിഷൻ എന്നാ പറയുക. ഡീമിംഗ് ഫിഷൻ എന്താണ്? ഡീമിംഗ് ഫിഷൻ, ഡീംഡ് എന്ന് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയാം. പക്ഷേ എന്താണ് ഡീമിംഗ് ഫിഷൻ? ഇതൊരു ലീഗൽ ടെർമിനോളജിയാണ്. ആ സംവരണത്തിൻ്റെ മാനദണ്ഡം മാറ്റിമറിക്കുന്ന ഒരു കാഴ്ചയാണ് DY ചന്ദ്രചൂഡ് എന്ന് പറയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജ് നടത്തിയത് എന്നാണ് നമുക്ക് പറയാം. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ, പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ആ ജഡ്ജിമെൻ്റ് വായിക്കുന്ന ഏതൊരാൾക്കും നമുക്ക് ബോധ്യമാവും. അദ്ദേഹത്തിൻ്റെ പല ജഡ്ജിമെൻറ്റുകളും നമ്മളിപ്പോൾ പല ന്യൂസുകളിലുമൊക്കെ ചർച്ച ചെയ്യപ്പോഴോ നമുക്കറിയാം, പല ജഡ്ജിമെൻറ്റുകളിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടുകൾ കടന്നു വരാറുണ്ട്. അത് സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടാണോ എന്ന് ചോദിച്ചാൽ അല്ല, നേരെ മറിച്ച് അതിനുള്ളിൽ പതിയിരിക്കുന്ന അപകടകരമായ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ഡീമിംഗ് ഫിക്ഷനെ ശാസ്ത്രീയമായ ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ട് സംവരണത്തിൻ്റെ മാനദണ്ഡത്തെ ഡൈല്യൂട്ട് ചെയ്യുകയാണ്, സംവരണത്തിൻ്റെ അടിസ്ഥാന മാനദണ്ഡങ്ങളെ ഡൈല്യൂട്ട് ചെയ്യുകയാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡും അതിൻ്റെ പ്രധാനപ്പെട്ട ജഡ്ജ്മെൻ്റ് എഴുതിയ ആളുകൾ, ജഡ്ജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹരിയാന നിയമം 1994 ഉണ്ടായതാണ്. ഒരു കാര്യം കൂടെ ഞാൻ രാഷ്ട്രീയമായി പറഞ്ഞു പോട്ടെ. 1975 പഞ്ചാബിൽ ഈ നിയമം ഉണ്ടാക്കുമ്പോൾ ഈ ഉപസംവരണ സംബന്ധമായ ഗവൺമെൻറ് ഉത്തരവ് പുറത്തിറക്കുന്നത് ഗ്യാനി സെയിൽ സിംഗ്, നമ്മുടെ മുൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ് പഞ്ചാബിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. 2006 ഈ ഓർഡർ റദ്ദാക്കി പുതിയ നിയമം പഞ്ചാബ് ലെജിസ്ലേച്ചർ പാസ്സാക്കുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആണ്. 94 ഹരിയാനയിൽ ഉപസംവരണ സംബന്ധമായ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുമ്പോൾ അവിടുത്തെ നേതാവ്, അവിടുത്തെ മുഖ്യമന്ത്രി ഭജൻലാലാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്. പിന്നീട് 2009 തമിഴ്നാട്ടിലെ നിയമം ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിലെ നിയമം ഉണ്ടാകുമ്പോൾ അവിടെ ഗവൺമെൻറ് നേതൃത്വം കൊടുത്തത് DMK സർക്കാരാണ്. കരുണാനിധിയാണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി. കോൺഗ്രസ് അതിലൊരു ഘടകകക്ഷിയാണ്. കോൺഗ്രസ് മാത്രമല്ല, VCKയും ഒരു ഘടകകക്ഷിയാണ്. കാരണം ഞാനിത് പറയാൻ കാരണം, കേരളത്തിൽ ഉപസംവരണത്തെ എതിർക്കുന്നൊരു നിലപാടാണ് VCK സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഉപസംവരണത്തിന് അനുകൂലമായ നിലപാടാണ് തമിഴ്നാട്ടിൽ VCK തീരുമാനിച്ചത് എന്ന വിരോധാഭാസം നിങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ 3 നിയമങ്ങൾ, പഞ്ചാബിലെ നിയമം, ഹരിയാനയിലെ നിയമം,
തമിഴ്നാട്ടിലെ നിയമം, 2009 തമിഴ്നാട്ടിലെ നിയമം, ഈ 3 നിയമങ്ങളാണ് അതിൻ്റെ ഭരണഘടനാ സാധുതയാണ് സുപ്രീം കോടതി പരിശോധിച്ചത്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിയെ എതിർക്കുന്നവരുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പാർലമെന്റ് കമ്മീഷൻ ഇഷ്യൂ ചെയ്യട്ടെ, അവരുടെ പണിയില്ലേ. ആർട്ടിക്കിൾ 338A കമ്മീഷനുണ്ട്, നാഷണൽ SC/ST കമ്മീഷൻ ഉണ്ടല്ലോ. ആർട്ടിക്കിൾ 338 അനുസരിച്ച് പട്ടികജാതി കമ്മീഷനുണ്ട്, ആർട്ടിക്കിൾ 338 അനുസരിച്ച് പട്ടികവർഗ കമ്മീഷനുണ്ട്. അവരുടെ ജോലിയല്ലേ, അവരുടെ ജോലിയിൽ എന്താണ് ഇത്ര പ്രശ്നം? അങ്ങനെ ഇഷ്യൂ ചെയ്ത് ഈ വിഷയത്തെ പരിഹരിക്കാമായിരുന്നില്ലേ? ഞാനിത് പറയുന്നതിന് മറ്റൊരു കാരണം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് നടപ്പാക്കിയത് ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തിലാണ്. പല സ്റ്റേറ്റുകളിലും AICCയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ഗാർഗേജിയെ കാണാൻ ഞാൻ പോയിരുന്നു. ഞങ്ങളടക്കമുള്ള ഒരു ഗ്രൂപ്പ് ഡെലിഗേഷൻ പോയിരുന്നു. അദ്ദേഹവും കേരളത്തിലെ ബഹുമാന്യ MP കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഒക്കെ സമ്മതിക്കുന്നുണ്ട്, ഒരു പ്രശ്നമാണെന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ശരിയായൊരു ഇതിലല്ല ഈ നിയമം പാസ്സാക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്കിത് എതിർക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് അവർ മുന്നോട്ട് വെച്ചത്. കാരണം എന്താണ്? അവർ ഇത്തരമൊരു നിയമം നിർമ്മാണം അത് പാർലമെൻറ്റിൽ അത് ശരിയല്ല എന്ന് വാദിച്ചാൽ പൊളിറ്റിക്കലായിട്ടത് കോൺഗ്രസ്സിന് പ്രശ്നമുണ്ടാവും. ഇതാ പറയുന്നത്. ഒരു വിഷയമാണിത്. അങ്ങനെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിൽ അരുന്ധതിയാരുടെ നേതൃത്വത്തിലൊക്കെ സബ് കാറ്റഗറൈസേഷൻ വേണം, സബ് ക്ലാസിഫിക്കേഷൻ വേണമെന്ന ആവശ്യം ഉയർന്നു വന്നത് പ്രാതിനിധ്യം ലഭിക്കാതെ പോയ ഈ അതിദുർബല വിഭാഗങ്ങളിൽ നിന്നാണ്. ആ അതിദുർബല വിഭാഗങ്ങളുടെ ഡിമാൻഡിനെയാണ് ആ സംസ്ഥാന നിയമസഭകൾ അഡ്രസ്സ് ചെയ്തത്. അതിനകത്ത് എന്ത് പൊളിറ്റിക്സാണ് ഉള്ളത്? കേരളത്തിൽ അങ്ങനെ ഒരു വിജയനാഥൻ കമ്മീഷൻ വന്നു, പക്ഷേ അതിന് തുടർ നടപടി ഉണ്ടായില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉറപ്പിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 16(4), 15(4) എന്ന ആർട്ടിക്കിളിൽ ഉറപ്പിച്ചിരിക്കുന്ന സംവരണത്തിൻ്റെ തത്വങ്ങളെ അടിസ്ഥാനങ്ങളെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ഈ വിധി എന്ന് പറയുന്നത്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയെ ഒരു വിശുദ്ധ ഗ്രന്ഥമായി പരിഗണിക്കണം എന്ന അഭിപ്രായമുള്ളവരാണ്. കാരണം രാജ്യത്തെ ഒരു വിശുദ്ധ ഗ്രന്ഥവും ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഈ നിലയിലുള്ള ഒരു വാഗ്ദാനം നൽകുന്നില്ല. മരണപ്പെട്ടവിടെ ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ തുല്യതയും സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അതാണ് ഭരണഘടനയുടെ ഒരു മഹത്വം ആയിട്ട് എനിക്ക് തോന്നി. ഇതിൽ ഓഗസ്റ്റ് 1-ാം തീയതിയിലെ സുപ്രീം കോടതി വിധി പരിശോധിക്കുന്നത്, ചർച്ച ചെയ്യുന്നത് ഇക്വാലിറ്റി എന്ന പ്രിൻസിപ്പിളിനെ മുൻനിർത്തിക്കൊണ്ടാണ്, തുല്യത എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തുല്യതയ്ക്ക് 2 ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന് ഇക്വാലിറ്റി ഇൻ സ്റ്റാറ്റസ് ആൻഡ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി. പദവിയിലെ തുല്യതയും അവസരങ്ങളിലെ തുല്യതയും ഉറപ്പുവരുത്തുന്നു എന്നതാണ്. ഓഗസ്റ്റ് 1-ാം തീയതിയിലെ സുപ്രീം കോടതി വിധി പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അവസര സമത്വത്തിൻ്റെ പ്രശ്നമാണ്. ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ആശയമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഉറപ്പു നൽകുന്ന ഇക്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആ തത്വത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 14-ലും 15-ലും 16-ലും നമുക്ക് കാണാൻ കഴിയുന്നത്. 14-ൽ എന്താണ് പറയുന്നത്? ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ ആൻഡ് ഓൾ ആർ എൻടൈറ്റിൽഡ് ഫോർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്, എല്ലാവർക്കും നിയമത്തിൻ്റെ സംരക്ഷണം ഒരുപോലെയാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയമാണ്. 15-ലും 16-ലും അവസര സമത്വത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഏതവസര സമത്വം? 15-ൽ പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ പ്രവേശനവുമായി ബന്ധപ്പെട്ട അവസര സമത്വത്തെ സംബന്ധിച്ച് പറയും. 16-ൽ സർവീസസ് ഇൻ ദ സ്റ്റേറ്റ്, രാഷ്ട്രത്തിന് കീഴിലുള്ള ഉദ്യോഗത്തിലെ അവസര സമത്വത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. 15(1) പറയുന്നത് രാഷ്ട്രം ഒരാളോടും ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ പേരിൽ വിവേചനം കാണിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. 16(1)ലും നമുക്ക് അതേപോലൊരു ആശയത്തെ കാണാൻ കഴിയുന്നുണ്ട്. രാഷ്ട്രം ഒരാളോടും ഒരു പൗരനോടും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലുള്ള വിവേചനം പാലിക്കാൻ പാടില്ല. ഏത് കാര്യത്തിൽ? അപ്പോയിൻമെൻറ്റ് ടു ദ സർവീസസ് ഓഫ് ദ സ്റ്റേറ്റ്, രാഷ്ട്രത്തിൻ്റെ
ഉദ്യോഗ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ലെന്ന് പറയും. വിവേചനം പാടില്ലെന്ന് പറയുന്ന 15(1) 16(1) അതിൻ്റെ 4-ാം ഉപവകുപ്പിൽ പറയുന്നു വിവേചനമാകാം. അതാണ് ഭരണഘടനയുടെ ഒരു മനോഹാരിത. 15(1)ലും 16(1)ലും പറയുന്നു വിവേചനം പാടില്ലെന്ന്. എന്നാൽ 16(4)ലും 15(4)ലും പറയുന്നു വിവേചനമാകാം. ആർക്കാകാം? 15(4)ൽ പറയുന്നത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, ക്ലാസസ്, സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ. 2, ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്. 15(4)ൽ ഈ 3 വിഭാഗങ്ങളോട് വിവേചനമാകാം. ഈ 3 വിഭാഗങ്ങളോട് വിവേചനമാകാമെന്ന് പറയുന്നത് ഈ 3 വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവേശനം ഉറപ്പാക്കാൻ അവരോട് ആ നിലയിൽ വിവേചനമാകാം. ദർ ക്യാൻ ബി എ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ. 16(4)ൽ പറയുന്നത് വ്യത്യസ്തമായൊരു പ്രയോഗമാണ്. ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് ദ സിറ്റിസൺസ് എന്നാണ് പറയുന്നത്. 15(4)ൽ പറയുന്നത് പോലെ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് എന്ന പ്രയോഗമോ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് എന്ന പ്രയോഗമോ 16(4)ൽ ഇല്ല. 16(4)ലുള്ളത് ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് ദ സിറ്റിസൺസ് എന്ന പ്രയോഗം മാത്രമാണ്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വർഗങ്ങൾ. വേറൊരു ക്വാളിഫിക്കേഷനോടെ പറയുന്നുണ്ട്, adequate, they are inadequate they are not adequately represented in the services of the state. സർക്കാർ ഉദ്യോഗത്തിൽ മതിയായ പ്രാതിനിധ്യം കിട്ടാത്ത പിന്നോക്ക വർഗത്തിൽപ്പെട്ട പൗരന്മാർക്ക് എന്നതാണ് പ്രയോഗം. വേറൊരു പ്രയോഗം കൂടെ ഉണ്ട്, ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ സ്റ്റേറ്റ്, രാഷ്ട്രത്തിൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ 3 കാര്യങ്ങൾ 16(4)മായി ബന്ധപ്പെട്ട് പരിഗണിക്കണം. 1, അവർ പിന്നോക്ക വർഗത്തിൽപ്പെട്ട പൗരന്മാരായിരിക്കണം. 2, അവർക്ക് മതിയായ പ്രാതിനിധ്യം ഉണ്ടാകാൻ പാടില്ല. 3, അങ്ങനെ ഒരു അഭിപ്രായം രാഷ്ട്രം രൂപീകരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് 16(4) വെച്ചുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് പൗരന്മാർക്ക് സംവരണം ഏർപ്പെടുത്താൻ ഭരണകൂടത്തിന് കഴിയുക. അപ്പോൾ ഡാറ്റ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ഒരു കമ്മീഷൻ ഇഷ്യൂ ചെയ്യാത്തത് കൊണ്ടോ അല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് പാർലമെന്റിന്റെ പരിധിയിൽ വരണം എന്ന് പറയുന്നത്. പാർലമെന്റിന്റെ അധികാരത്തെ ലിമിറ്റ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പട്ടികവിഭാഗങ്ങളുടെ റിസർവേഷൻ അടക്കമുള്ള നയപരിപാടികൾ ഏറ്റെടുത്താൽ അത് സാമൂഹികപരമായും രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ഈ ജനതയെ ദുർബലപ്പെടുത്തുന്ന സമീപനമായിരിക്കും ഉണ്ടാവുക. ഈ ജനതയെ വീണ്ടും തട്ടുകളായി തിരിക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സുപ്രീം കോടതിയുടെ 2024 ഓഗസ്റ്റ് 1 വിധി. അതുകൊണ്ട് ഞാൻ പറയുന്നു, പാർലമെന്റിന്റെ അധികാരത്തെയാണ് ഈ സുപ്രീം കോടതി വിധി ലിമിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. മതിയായ യോഗ്യതയുള്ള അരുന്ധതിയാർ കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ ബാക്കി പട്ടികജാതിക്കാർക്ക് ഇവിടെയും കയറാം എന്ന് പറഞ്ഞാൽ വാതിലുകൾ തുറന്നിട്ട നിലയിലാണ് നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പഞ്ചാബിലെ നിയമം, ഹരിയാനയിലെ നിയമം, ആന്ധ്രയിലെ നിയമം ഒക്കെ നിങ്ങൾ പരിശോധിച്ചാലും പ്രിഫറൻസാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, പ്രയോറിറ്റിയാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ പട്ടികയിലുള്ള ഏതെങ്കിലും ഒരു ജാതിക്ക് മാത്രമായി ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ ജഡ്ജ്മെൻറ്റിൽ അത് പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട്. ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഉപസംവരണ സംബന്ധമായ നിയമങ്ങൾ നടപ്പിലാക്കാനായി പാസ്സാക്കാനായി മുന്നോട്ട് വന്നാൽ ഏതെങ്കിലും ഒരു ജാതിക്ക് മാത്രമായി സംവരണം പരിമിതപ്പെടുത്തുന്ന നിലയിലാണ് നിയമമെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കേണ്ടി വരും എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ നിയമങ്ങളിലൊന്നും തന്നെ നിലവിൽ ഇതിനോടകം 4 സംസ്ഥാനങ്ങളിലാണ് ഉപസംവരണ സംബന്ധമായ നിയമങ്ങൾ പാസ്സാക്കിയിട്ടുള്ളത്. ഈ 4 സംസ്ഥാനങ്ങളിലും പ്രിഫറൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റിയാണ് ചില സമുദായങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഒരു പട്ടികജാതി സമുദായം, പട്ടികയിൽപ്പെട്ട ഒരു ജാതികൾക്കും അതിനകത്തേക്ക് പ്രവേശനമോ അകത്തേക്കോ പുറത്തേക്കോ പ്രവേശനമോ കടന്നുവരവോ നിഷേധിക്കുന്ന നിയമങ്ങളല്ല ഈ 4 സംസ്ഥാനങ്ങളിലും പാസ്സാക്കിയിട്ടുള്ളത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പറയുകയാണ്, ഡോക്ടർ മുകുന്ദൻ പറഞ്ഞൊരു അഭിപ്രായമുണ്ടല്ലോ, വിദ്യാഭ്യാസപരമായ യോഗ്യതയില്ലാത്തവരാണ് ഈ അതിദുർബല പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ എന്ന് പറയുന്ന വിമർശനത്തിന് കഴമ്പില്ല. കാരണം പ്രായോഗികമായി ഉദാഹരണത്തിന് അതിദുർബല വിഭാഗത്തിൽ ഉദാഹരണത്തിന് ഒരു ഉപസംവരണം കേരളത്തിൽ വരികയാണെന്ന് വിചാരിക്കുക. അരുന്ധതികാർക്ക് 3, ഇപ്പോൾ നിയമം ഞാൻ വായിച്ചു, 3% നീക്കി വെച്ചു. പക്ഷെ മതിയായ യോഗ്യതയുള്ള അരുന്ധതികാർ ഇല്ല. മറ്റ് സമുദായങ്ങൾക്ക് പള്ളർക്കും പറയർക്കും ആ പോസ്റ്റുകൾ നേടാം, വേറെ ആർക്കും അത് കൊടുക്കാൻ പാടില്ല എന്ന് നിയമത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ
ഉപസംവരണ സംബന്ധമായ നിയമങ്ങൾ പട്ടികജാതിയിലെ ഏതെങ്കിലും ജാതികളുടെ അവസരങ്ങൾ നിഷേധിക്കുന്നില്ല, മറിച്ച് നൂറ്റാണ്ടുകളായി ചരിത്രപരമായ കാരണങ്ങളാൽ പ്രാതിനിധ്യം ലഭിക്കാതെ പോയ സമുദായങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് ഈ നിയമങ്ങൾ ശ്രമിക്കുന്നത് എന്നതാണ് നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ എന്തിന് നമ്മൾ ഓഗസ്റ്റ് 1 തീയതി സുപ്രീം കോടതി വിധി എതിർക്കണം? അതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ഒരു സമുദായത്തിനും. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കറിയാം, സുപ്രീം കോടതി ഉപസംവരണ സംബന്ധമായ വിധി പറയുമ്പോൾ ഈ 3 സംസ്ഥാനങ്ങളുടെ നിയമങ്ങളുടെ ഭരണഘടനാ സാധുത ശരിവെക്കുകയാണ് ചെയ്തത്. സുപ്രീം കോടതി ഏതെങ്കിലും സംസ്ഥാനങ്ങളോട് പറഞ്ഞോ നിങ്ങൾ 3 മാസത്തിനകം 2 മാസത്തിനകം നിയമം പാസ്സാക്കിക്കണമെന്ന്? അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിയമങ്ങൾ നിങ്ങൾ ആരെങ്കിലും, അതൊക്കെ ജുഡീഷ്യൽ ഡിസിഷൻ അല്ല. പോളിസി മാറ്റർ ഹാവ് ടു ബി ഡിസൈഡഡ് ബൈ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ്. ഓരോ സംസ്ഥാനങ്ങളോ കേന്ദ്രങ്ങളോ ആണ് നിയമങ്ങൾ പാസ്സാക്കേണ്ടത്. അതല്ലാതെ നിയമം അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിക്കണമെന്നൊന്നും പറയാനൊന്നും സുപ്രീം കോടതിക്ക് അധികാരമില്ല. സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടുമില്ല, പറയുകയുമില്ല. നമ്മുടെ മുന്നിൽ 2 ജനപ്രതിനിധികൾ ഇരിപ്പുണ്ട്. നിങ്ങൾക്കറിയാം, വികസന കാര്യത്തിൽ കേരളത്തിലെ സർക്കാർ 5 പട്ടികജാതികളെ അതിദുർബല സമുദായങ്ങളായി കണ്ടെത്തിയിട്ടുണ്ട്. ശരിയാണല്ലോ, 5 സമുദായങ്ങളെ. 1996-97 കാലഘട്ടം മുതൽ വികസന കാര്യത്തിൽ അതിദുർബല വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകിപ്പോരുന്നുണ്ട് കേരളത്തിൽ. നായാടി, കള്ളാടി, വേടൻ, ചക്കിളിയൻ, അരുന്ധതിയാണ് ഈ 5 സമുദായങ്ങൾ. പട്ടികജാതിക്കാരായ മറ്റുള്ളവർക്ക് 4 ലക്ഷം രൂപയാണ് വീട് വെക്കാൻ കൊടുക്കുന്നതെങ്കിൽ ഇവർക്ക് 6 ലക്ഷം രൂപ കൊടുക്കും. പ്രത്യേക പരിഗണന നൽകിപ്പോയി. വികസന കാര്യത്തിൽ അതിദുർബല വൾണറബിൾ കമ്മ്യൂണിറ്റീസ് 2014-15 കേരളത്തിൻ്റെ പ്ലാനിംഗ് കമ്മീഷൻ ഒരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഫോർ വൾണറബിൾ ഗ്രൂപ്പ്സ് എമംഗ് ദ ഷെഡ്യൂൾ കാസ്റ്റ് 2015 പ്ലാനിംഗ് കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. കേരളത്തിൽ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് പട്ടികജാതിക്കാർക്കിടയിലെ വൾണറബിൾ കമ്മ്യൂണിറ്റീസിനെ, കാസ്റ്റുകളെ. വികസന കാര്യത്തിൽ അവർക്ക് പ്രത്യേക പരിഗണന നൽകി പോരുന്നുണ്ട്. പട്ടികവർഗ വിഭാഗത്തിൽ അവരെ കണ്ടെത്തിയിരിക്കുന്നത് പ്രാക്തന ഗോത്ര വിഭാഗങ്ങളെന്നാണ്. അതിനെ സംബന്ധിച്ച സ്റ്റഡിയും റിപ്പോർട്ടും ഒക്കെ ഉണ്ട് ഗവൺമെൻറ്റിന് മുന്നിൽ. ഇതെല്ലാം ഇവിടെ ഉണ്ട്. ദിസ് ഈസ് എ ഫാക്ട്. അതുകൊണ്ട് സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത എന്താണ്? സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത എന്ന് പറയുന്നത് പ്രാതിനിധ്യം ലഭിക്കും. എന്താണ് ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ അഭിപ്രായം, സമത്വം എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളമല്ല, ഒരു തടാകമല്ല. അത് ഒഴുകണം. എങ്ങനെ ഒഴുകണം? ക്യൂവിൽ അവസാനം നിൽക്കുന്നവൻ്റെ അടുക്കത്തെത്തുവരെ ഒഴുകണ്ടേ? അതല്ലേ സമത്വം? ഈ ആശയങ്ങളൊക്കെ മരിച്ചതാണോ? ഇന്നലകളിൽ ജീവിക്കുന്നതാണോ? നാളെയിലേക്ക് ഒഴുകേണ്ടതല്ലേ? തുല്യത എന്ന് പറയുന്ന ആശയം, അവസര സമത്വം എന്ന് പറയുന്ന ആശയം, എല്ലാവർക്കും അവസര സമത്വം ഉറപ്പ്. ബഹുമാന്യനായ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അതിദുർബലമായ വിഭാഗങ്ങളിലേക്ക് എത്തണ്ടേ സമത്വം എന്ന് പറയുന്ന ആശയം? കോടതി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടില്ല, ഈക്വാലിറ്റി നോട്ട് എമംഗ് ഈക്വൽസ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് 1971 ക്രീമി ലെയർ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവരെ സാമ്പത്തികമായിട്ടും അവർ സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഉന്നതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറഞ്ഞ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് ക്രീമി ലെയർ സംവിധാനം രാജ്യത്ത് ആരംഭിച്ചത്. ആ സംവരണം നൽകുന്നത് വഴി അവരെ സമൂഹത്തിൽ അവർക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുക, അവർക്ക് മികച്ച പ്രൊഫഷൻ ലഭിക്കുക. അപ്പോൾ അതുവഴി ആ സമൂഹത്തിൻ്റെ വികസനത്തിലും അവരുടെ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ലക്ഷ്യമായിട്ട് ബന്ധപ്പെട്ട് അത് വന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേനും 2024 പുതിയ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ക്രീമി ലെയർ അതിൻ്റെ SC/ST വിഭാഗങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് സംസ്ഥാനങ്ങളുടെ ചുമതലയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പോൾ പരിപൂർണമായിട്ടുള്ള ഇപ്പോൾ ആ വിധി, സുപ്രീം കോടതി വിധി നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത കോടതി ഒരു വിധി പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ നമുക്ക് പൗരന്മാരെന്ന നിലയിൽ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ചർച്ചകൾ ചെയ്യാം. അപ്പോൾ 5 അംഗ ബെഞ്ചിൻ്റെ ഭൂരിപക്ഷ വിധി വന്നു കഴിഞ്ഞു. ജസ്റ്റിസ് ഗവായി അടക്കമുള്ള ജസ്റ്റിസ്, അപ്പോൾ അവരുടെ എല്ലാവരുടെയും വിധി പ്രസ്താവനകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് സംസ്ഥാന നിയമസഭകൾ, ലെജിസ്ലേച്ചർ അവിടെ കൂടി അവർ ഐഡൻറ്റിഫൈ ചെയ്യുക SC/ST വിഭാഗങ്ങളെ
ക്രീമി ലെയർ പരിധിയിൽ കൊണ്ടുവരണമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന നിയമസഭകൾ കൂടി തീരുമാനമെടുക്കണമെന്നുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി പങ്കുവച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞു ചിന്നയ്യ വേഴ്സസ് ആന്ധ്രാപ്രദേശ് കേസിലൊക്കെ സബ് ക്ലാസിഫിക്കേഷനെ പറ്റിയൊക്കെ പറഞ്ഞു. അത് നോട്ട് പെർമിസിബിൾ എന്നാണ് പറഞ്ഞേക്കാം, അത് അനുവദനീയമല്ലെന്ന് പറഞ്ഞെങ്കിലും അതിനെ ഓവർ റൂൾ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ പുതിയ 2024 വിധി വന്നിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഈ നാഷണൽ ബാക്ക്വേർഡ് കമ്മീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ ബാക്ക്വേർഡ് ക്ലാസസിൽ തന്നെ ബാക്ക്വേർഡ്, മോർ ബാക്ക്വേർഡ്, എക്സ്ട്രീംലി ബാക്ക്വേർഡ് എന്ന 3 വിഭാഗമായി തരംതിരിച്ചുകൊണ്ട് ആ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട തന്നെ ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽ ഏറ്റവും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന അവരെ കണ്ടെത്തി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സംവരണം ഒരാൾക്ക് കിട്ടി, ആ സംവരണത്തിലൂടെ ഉയർന്ന ഉദ്യോഗം കിട്ടി, അവരുടെ തലമുറകൾ ആ നേട്ടങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നതിനൊപ്പം തന്നെ ആ വിഭാഗത്തിൽപ്പെടുന്ന മറ്റുള്ളവർക്ക് കൂടി അതിൻ്റെ പ്രയോജനം കിട്ടണം. അപ്പോൾ ആ നമ്മുടെ സംവരണം എന്ന് പറയുന്ന ലക്ഷ്യമെന്ന് പറയുമ്പോൾ ഇപ്പോൾ SC/ST ആയാലും OBC ആയാലും ആ സമൂഹത്തിലെ മുഴുവൻ പേർക്കും അതിൻ്റെ പ്രയോജനം കിട്ടുന്ന തരത്തിലേക്ക് അതിൻ്റെ ഗുണഫലം അവർക്ക് കിട്ടണം. ആ സമൂഹത്തിലെ മുഴുവൻ പേർക്കും ആ OBC ആയാലും SC ആയാലും ST വിഭാഗത്തിൽപ്പെട്ടവരായാലും ആ സമൂഹത്തിലെ മുഴുവൻ പേർക്കും ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങൾ അനുവദിക്കുന്ന സംവരണം ആനുകൂല്യങ്ങൾ അവരിലേക്ക് പകർന്ന് അവർക്ക് കിട്ടി ആ സമൂഹം സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായി മുന്നിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ല ആ SC ആയാലും ST ആയാലും OBC ആയാലും ഒരു കുറച്ച് അധികമാണ്, കുറച്ച് പേർ മാത്രം ഒരു SC വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് സംവരണത്തിലൂടെ ഉന്നത ഉദ്യോഗം കിട്ടി, അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറയിൽപ്പെട്ടവർക്ക് കിട്ടി, അങ്ങനെ ആ ഒരു പരമ്പര മാത്രം സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസപരമായ പുരോഗതി പോകാതെ ആ കമ്മ്യൂണിറ്റി, ആ സമൂഹം അവർ മൊത്തത്തിൽ എല്ലാ മേഖലകളിലേക്കും ഉയർന്നു വരിക എന്നതാണ് നമുക്ക് വേണ്ടത്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഓരോ കമ്മീഷനുണ്ട്. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്, SCക്കുണ്ട്, STക്കുണ്ട്, എല്ലാ കമ്മീഷനുകളും രാജ്യത്തുണ്ട്. അപ്പോൾ ഈ കമ്മീഷനുകളൊക്കെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കടലാസ സംഘടനകളായി മാറാതെ നമ്മുടെ രാജ്യത്ത് അതിനെ ശാക്തീകരിക്കുക. ഈ കമ്മീഷനുകളെ പട്ടികവർഗ കമ്മീഷനായാലും പട്ടികജാതി കമ്മീഷനായാലും പിന്നോക്ക OBC നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസിൻ്റെ ആയാലും ആ കമ്മീഷനുകളെല്ലാം ശാക്തീകരിച്ചുകൊണ്ട് അവർ ശക്തരാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഡാറ്റാസ് തയ്യാറാക്കുമ്പോഴത്തേനും ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ അവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ആ ഡാറ്റാസ് കളക്ട് ചെയ്തുകൊണ്ട് അവരെ പൂർണ്ണമായിട്ടും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകണം. നമുക്കതാണ് പറയാനുള്ളത്. നമുക്കറിയാം നമ്മുടെ ഈ കമ്മീഷനുകളിലേക്ക് നമുക്കറിയാം ഓരോ കമ്മീഷനുകളിലും ആ ഒരു ഓഫീസ് സംവിധാനം മാത്രമേ ഉള്ളൂ അവിടെ. അത് മാറി അവർക്ക് വേണ്ട ജീവനക്കാരെ കൊടുക്കുക, അവർക്ക് സംവിധാനങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന ഈ പട്ടികജാതി കമ്മീഷനായാലും പട്ടികവർഗ കമ്മീഷനായാലും ആ കമ്മീഷനുകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അനുവാദവും അവസരവും കൊടുക്കണം. നേരത്തെ പറഞ്ഞു രാഷ്ട്രീയ പൊളിറ്റിക്കൽ താല്പര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആ വിഭാഗത്തിനെ ശാക്തീകരിക്കുക. പട്ടികജാതി കമ്മീഷനായാലും പട്ടികവർഗ കമ്മീഷനായാലും ആ സമൂഹത്തെ ആ വിഭാഗത്തെ ശാക്തീകരിക്കാൻ വേണ്ടുന്ന ഇടപെടലുകൾ ചെയ്യുക. അവരാണ് സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഈ സമൂഹത്തിൽ നേരിടുന്ന ദുരിതങ്ങളെ പറ്റി നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എത്ര ക്രിമിനൽ കൊണ്ടുവന്നാലും ശരി, സബ് ക്ലാസിഫിക്കേഷൻ ആയാലും ശരി, ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവർ മുഖ്യധാരയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള അതിന് ഉത്തരം. കാരണം വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഈ OBC ആയാലും SC ആയാലും ST ആയാലും ഇന്നും ബഹുഭൂരിപക്ഷവും പിന്നോക്കാവസ്ഥയിലാണ്. അതിന് മാറ്റം വരണം. ആ മാറ്റം വരണമെങ്കിൽ നമ്മുടെ ഈ കമ്മീഷനുകൾ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മീഷനുകൾ ശക്തമായി ഇടപെടണം. അവരുടെ യഥാർത്ഥ അവസ്ഥകളെപ്പറ്റി ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം. ഗവൺമെൻറ് നിയമനിർമ്മാണങ്ങൾ നടത്തി കൂടുതൽ ശാക്തീകരണം വരുന്നതിന് വേണ്ടിയുള്ള നയങ്ങൾ നടപടികൾ ഉണ്ടാവുകയാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞു നമ്മുടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ കണ്ടു, കൊടുക്കുന്ന സുരേഷ് MP അടക്കം കണ്ടു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സുപ്രധാനമായ സുപ്രീം കോടതി വിധി വന്നു. ആ വിധി പറഞ്ഞിരിക്കുന്നത് നിയമ നിർമ്മാണ സഭകൾ സംസ്ഥാന തലങ്ങളിൽ സ്റ്റേറ്റ് ലിസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് രാഷ്ട്രീയമായി എന്ത് ചെയ്യാൻ പറ്റും? അതാത് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അവരാണ് ചർച്ച ചെയ്യേണ്ട ഈ വിഷയം. വളരെ ഗൗരവമായിട്ട് സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ കൂടി ഈ വിഷയം സുപ്രീം കോടതിയുടെ വിധി ഗൗരവമായി പഠിച്ച് പരിശോധിച്ച് ആ സംസ്ഥാനത്തെ
SC വിഭാഗത്തിൻ്റെയും ST വിഭാഗത്തിൻ്റെയും പിന്നോക്കാവസ്ഥ മനസ്സിലാക്കി ഇടപെടുവാനുള്ള ഒരു ആർജവമാണ് നമുക്കിവിടെ കാണേണ്ടത്. ഇത്തരമൊരു വിഷയം ഉണ്ടാകാൻ ഈ കോടതി വിധി മാത്രമല്ല. കാരണം എന്ന് സംവരണം തുടങ്ങിയോ അന്നു മുതൽ ഈ സംവരണത്തിനെതിരായിട്ടുള്ള നീക്കങ്ങളും മനോഭാവവും ഈ സമൂഹത്തിലുണ്ട്. അത് ഓരോ കാലം കടന്നു ചെല്ലും തോറും സംവരണത്തിനെതിരായിട്ടുള്ള മനോഭാവവും നീക്കങ്ങളും ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത് പരോക്ഷമായിട്ടാണെങ്കിൽ ഈ അടുത്ത കാലങ്ങൾ കൊണ്ട് വളരെ പ്രത്യക്ഷമായി സംവരണത്തിനെതിരായിട്ടുള്ള വികാരം പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ വിഷയത്തെ നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ പരാമർശിത വിധിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ പറയും പോലെ ഉപസംവരണവും ക്രിമി ലെയറുമൊക്കെ ഉയർന്നു വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ രംഗത്ത് വലിയ വിജ്ഞാനമുള്ള ആളൊന്നുമല്ല, എൻ്റെ മേഖല വേറെയായിരുന്നു. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലൂടെ നൽകിയിട്ടുള്ള ആ സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ജനവിഭാഗങ്ങളുടെ പേര് പറഞ്ഞ് അവർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു അധികാര സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു അധികാര കേന്ദ്രത്തിൽ കയറിയിരുന്ന് അതിൻ്റെ സുഖലോലുപത അനുഭവിച്ച ആളെന്ന നിലയിൽ ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ഈ സംവരണം എന്ന് പറയുന്നത് ഇവിടെ സാർ അവസാനം നിർത്തിയ സ്ഥലത്ത് തുടങ്ങുകയാണെങ്കിൽ എന്താണ് സംവരണം എന്നുള്ളത് മുതൽ പഠിച്ചുവെങ്കിൽ മാത്രമേ സാധാരണക്കാർക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാൻ പറ്റൂ. അല്ലെങ്കിൽ എന്തിനാണ് സംവരണം? ഞാൻ പറഞ്ഞു വന്നത്, കോടതി വിധിയിൽ അല്ലെങ്കിൽ ഇത്തരമൊരു കേസ് ഉത്ഭവിച്ചു കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വിധി പറയുമ്പോൾ വിധി പറയുന്ന ജഡ്ജിമാരും മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരെന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ പരിച്ഛേദത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ചിന്താഗതികളും പുഴുക്കുത്തുകളും എല്ലാം ആ പരിച്ഛേദത്തിൻ്റെ ഭാഗമായി അവരിലും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണല്ലോ ഒന്നിലധികം ജഡ്ജിമാർ പറയുന്ന വേദികളിൽ അല്ല വിധി പ്രസ്താവങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ വിധിയൊക്കെ വിധിയായി മാറി നിയമമായി അല്ലെങ്കിൽ മാറി വരുന്നത് ആ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു 5 പേരുള്ള ഒരു വിധിയിൽ, ഒരു വിഷയത്തിലുള്ള ഒരു വിധിയിൽ 3 പേർ ഒരു അനുകൂലമായിട്ടില്ലെങ്കിൽ ഒരേ അഭിപ്രായം പറഞ്ഞ് 2 പേർ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ഭൂരിപക്ഷ വിധി പ്രകാരം അത് വിധിയായിട്ട് മാറുകയാണ്. നേരെ മറിച്ച് അതിലൊരാൾ തിരിഞ്ഞു നിന്നിരുന്നുവെങ്കിൽ മാറും. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ വിധി എന്ന് പറയുന്നത്, കോടതികളിൽ നിന്ന് വരുന്ന വിധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശാശ്വതമായ ഒരു കാര്യമല്ല ഒരർത്ഥത്തിൽ. പക്ഷേ ഭരണഘടനയൊക്കെ ഇഴകീറി പരിശോധിച്ച് കഴിയുമ്പോഴേക്കും നിയമത്തിൻ്റെ ഒരു മുമ്പിൽ പറയാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ അത് ശാശ്വതമായൊരു വിധിയല്ല. അപ്പോൾ ഈ 5 ജഡ്ജിമാരോ അല്ലെങ്കിൽ 7 ജഡ്ജിമാരോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സംവരണ വിഷയത്തിൽ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങളോ അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് നിൽക്കുന്ന ആളുകളോ എതിർ നിൽക്കുന്നവരുടെ മനോഭാവമുള്ളവരാണ് 5 പേരിൽ 3 പേരെങ്കിൽ നമ്മൾ ഈ പറയുന്ന വിധി മാറി വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് ആ കേസിൽ എവിടെയെങ്കിലും പട്ടികജാതി സംവരണത്തിനിടയിൽ ഉപസംവരണം വേണമെന്നോ ക്രിമി ലെയർ വേണമെന്നോ ഏതെങ്കിലും അതിൻ്റെ പ്രയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എനിക്കറിയില്ല. അത് നിങ്ങളെപ്പോലുള്ള ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളവർ പറയേണ്ടതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ, ആ പ്രയറിലൂടെ മുന്നോട്ട് വച്ചിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് ഈ വിധി പറയുമ്പോൾ ഈ കാര്യം ഉയർന്നു വന്നു? അവിടെയാണ് ഞാൻ സംശയിക്കുന്നത്. ഇവിടെ ഈ സംവരണത്തിനെതിരായിട്ടുള്ള നീക്കം ഉയർന്നു വരുന്നതിൻ്റെ ഭാഗമായി ഈ പറയുന്ന ജഡ്ജിമാരും ഈ സമൂഹത്തിലെ മനുഷ്യരായതുകൊണ്ട് അവരുടെ ചിന്തകളിലും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ഇതിൻ്റെ മറ്റൊരു വശം, ഞാനതിൻ്റെ മറ്റ് നിയമപ്രശ്നങ്ങളിലേക്കോ വാദഗതികളിലേക്കോ ഒന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ എളിയ മനസ്സും എൻ്റെ എളിയ ബുദ്ധിയും എളിയ ചിന്തയും കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈ വിധിയുടേതാണെങ്കിലും അല്ലെങ്കിൽ ഇത് ഉയർത്തിക്കൊണ്ടുവരുന്ന ആളുകളുടെയാണെങ്കിലും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സംവരണമെന്ന് പറയുന്ന പ്രക്രിയ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന പൊളിച്ചെഴുതുവാൻ ആരാണോ മുന്നോട്ട് വരുന്നത് അവരുടെ ഉള്ളിലുള്ള ലക്ഷ്യമാണ് ഈ ഭരണഘടനയും ഇത്തരം സംവരണങ്ങളും ഇല്ലാതാവുക എന്നുള്ളത്. എന്താ സംവരണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഇപ്പോൾ ഭരണഘടന നിലവിൽ വന്നിട്ട് 74 വർഷങ്ങൾ അല്ലെങ്കിൽ 3/4 നൂറ്റാണ്ടുകൾ മാത്രമേ ആകുന്നുള്ളൂ.
ഇത് അനേക നൂറ്റാണ്ടുകളുടെ പരിണിതഫലമായിട്ടുണ്ടായിട്ടുള്ള ചില കുഴപ്പങ്ങളുടെയും പ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സംവരണം ഉയർന്നു വന്നത്. അവിടെ നിലനിന്നിരുന്ന ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ ഞാൻ പല യോഗങ്ങളിൽ പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ബോൺസായിയുടെ കഥ. ബോൺസായി നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നൂറ്റാണ്ടുകളായി ഈ പാവപ്പെട്ട മനുഷ്യരെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് ചവിട്ടിത്താഴ്ത്തി മാറ്റി നിർത്തി അവർക്ക് സ്വാഭാവികമായുള്ള വളർച്ചകളൊക്കെ നിഷേധിച്ച്, വളർച്ച മുരടിപ്പിച്ച്, ബുദ്ധിയും മുരടിപ്പിച്ച്, ശക്തിയും മുരടിപ്പിച്ച്, സംസ്കാരവും മുരടിപ്പിച്ച്, എല്ലാ അവകാശങ്ങളും മാറ്റി നിർത്തി കേവലം ഈ പറയും പോലെ ബോൺസായികളാക്കി മാറ്റിയ, അത് തലമുറകളായി നൂറ്റാണ്ടുകളായി ബോൺസായികളായി മാറ്റിയവരിൽ നിന്നും ചെറിയ സംവരണം എന്ന് പറയുന്ന വെളിച്ചത്തിലൂടെ വളർന്ന് 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 ഇങ്ങനെ വരുമ്പോൾ അതിനെ ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴെന്താ, ഇതിൽ നിന്നും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ മറ്റ് അധികാരത്തിലുമൊക്കെ വന്ന് കുറേ ആളുകൾ ഉയർന്നു വരുമ്പോൾ ഡോക്ടർ ബി.ആർ. അംബേദ്കർ കണ്ടുവച്ചിരുന്നത് മറ്റൊരു കാര്യമാണ്. ഇതൊരു വ്യക്തികൾക്ക് കൊടുക്കുന്നതല്ല, ഒരു ക്ലാസ് ഓഫ് പീപ്പിളിന് കൊടുക്കുന്നതാണ് ഈ സംവരണം എന്നുള്ള സംവിധാനം. അത് കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹം വിവക്ഷിച്ചിരുന്നത് എന്താണ്, ഈ സംവരണത്തിൻ്റെ ഗുണഫലം അനുഭവിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ താഴെയുള്ളവരെയും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ബാധ്യത കൂടി ഏറ്റെടുക്കണം. അതാണ് ആ ക്ലാസ്സിന് കൊടുത്തിരിക്കുന്നത്, ആ ഒരു ക്ലാസ്സിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്, ഒരു വിഭാഗങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമായി 90% ആളുകളും, ഇതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്ന 90% ആളുകളും ആ കാര്യം മറന്നുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതൊരു മറ്റൊരു വിഷയമാണ്, അത് ഏതെങ്കിലും സമയത്ത് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ പറയാം. പക്ഷെ ഇവിടെ ആത്യന്തികമായി ഇത് ഉയർത്തിക്കൊണ്ടുവന്ന് വരുന്ന ലക്ഷ്യം സംവരണം ഇല്ലാതാക്കുകയും ഈ സംവരണത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏകീകരിച്ചുള്ള ഐക്യത്തോടുള്ള ഐക്യനിരയെ ഇല്ലാതാക്കുവാനും വേണ്ടിയുള്ള ഗൂഢലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. അതിൽ ഇപ്പോൾ അവർ വിജയിച്ചു നിൽക്കുകയാണെന്നാണ് എൻ്റെ നിരീക്ഷണം. കാരണം എന്താ, ഈ വിഷയം വന്നപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഉദാഹരണത്തിന് സജി സാറും സുനിൽ സാറും ഒക്കെ വേണമെങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്ത് വരുമ്പോഴേക്കും 2 ധ്രുവങ്ങളിലാകാം. പക്ഷേ ആരോഗ്യകരമായി ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്ന നിങ്ങൾക്ക് 2 പേർക്കും ശത്രുക്കളാകാൻ കഴിഞ്ഞില്ല എങ്കിലും സാമാന്യ ജനതയായിട്ടുള്ള ആളുകൾക്ക് ഈ വിഷയം വരുമ്പോൾ, ഇത് ചർച്ച ചെയ്തു വരുമ്പോൾ സംവരണം ഈ പറയുന്ന ക്രിമിലെയറിനും ഉപസംവരണത്തിനും എതിരും അനുകൂലവും എന്ന രീതിയിൽ ജനങ്ങളെ ശത്രുക്കളാക്കി തമ്മിലടിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? സംസ്ഥാന തലത്തിൽ 10%, 2% എന്ന് പറയും പോലെ കേന്ദ്രതലത്തിൽ 15%, 7% വരുന്ന ജനത തമ്മിലടിച്ച് മാറി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നിന്ന് പിന്നാക്കം പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ അവരുടെ ബാർഗെയിനിങ് കപ്പാസിറ്റി ഇല്ലാതാവുകയും ഈ പറയുന്ന വരേണ്യവർഗം ഇന്നലെ വരെ നമ്മളെയൊക്കെ അടിച്ചമർത്തി അവകാശങ്ങളൊക്കെ കൈവശപ്പെടുത്തിയിരുന്ന ആളുകൾക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനും ഈ പാവപ്പെട്ട പട്ടികജാതിക്കാരനെയും പട്ടികവർഗക്കാരനെയും പഴയ നൂറ്റാണ്ടുകളിലേക്കും തള്ളിവിടാൻ കഴിയുകയും ചെയ്യും എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ ഓർമ്മിക്കപ്പെടണം. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗങ്ങളിൽ 10 മിനിസ്ട്രിയുടെ ഉദ്യോഗങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഏതാണ്ട് 40 മിനിസ്ട്രി ഉണ്ട്, 40ഓളം മിനിസ്ട്രി ഉണ്ട്. അതിൽ 10 കാര്യം മാത്രമാണ് ഈ DOPT പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൽ പറയുന്നത് ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ 4ാം ക്ലാസ് ഉദ്യോഗങ്ങളിൽ പട്ടികജാതി പട്ടികവർഗം അത്യാവശ്യമൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലോട്ടുള്ളത്, അതായത് ക്ലാസ് 3, ക്ലാസ് 2, ക്ലാസ് 1 ഒരിക്കലും ഈ കോട്ട ഫില്ല് ചെയ്തിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റിസർവേഷൻ നോക്കിയാൽ പട്ടികജാതിക്ക് 15%, പട്ടികവർഗത്തിന് 7.5%, രണ്ടും കൂടി 22.5% കൊടുക്കേണ്ടത്. ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ടുണ്ട്.
ഈ ഗ്രൂപ്പ് സി, അതായത് ക്ലാസ് 3, 10% കൂടുതൽ കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ 22% 12% പോസ്റ്റ് ഫില്ല് ചെയ്യാതെ അവിടെ കിടക്കണേന്ന്. ക്ലാസ് 2 എടുത്താലും ക്ലാസ് 1 എടുത്താലും 3% 4% ഫില്ല് ചെയ്തേക്കണത്. എന്ന് പറഞ്ഞാൽ 18%-ഓളം വാക്കൻസി, സംവരണം ചെയ്യപ്പെട്ട വാക്കൻസി ഫില്ല് ചെയ്യാണ്ട് കിടക്കണേ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പട്ടികജാതിക്കാരിലെ മുന്നോക്കക്കാർ അവസരം മുഴുവൻ കയ്യാളിയിട്ടാണോ മറ്റുള്ളവർക്ക് കിട്ടാത്തത്? അവിടെ 18%-ഓളം പോസ്റ്റ് ക്ലാസ് 1 കാറ്റഗറിയിൽ, 10-15% പോസ്റ്റ് ക്ലാസ് 3-യും ക്ലാസ് 2-ലും ഫില്ല് ചെയ്യാതെ കിടക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പട്ടിക വിഭാഗത്തിലെ മുന്നോക്കം നിൽക്കുന്നവർ അവസരങ്ങളെല്ലാം കയ്യാളിയത് കൊണ്ടാണ് മറ്റേവർക്ക് കിട്ടാത്തതെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? എന്തെങ്കിലും അർത്ഥമുണ്ടോ? ദുർബലരായ ആളുകളെ പൊക്കിക്കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹം നല്ലൊരു വിധി പ്രസ്താവന നടത്തി. അദ്ദേഹത്തോട് വേറൊരു ചോദ്യം കൂടി ചോദിക്കേണ്ടതാണ്. ഈ ജഡ്ജിമാരെ നിയമിക്കേണ്ട നടപടി ആർക്കെങ്കിലും അറിയാമോ? സുപ്രീം കോടതിയിലെ കുറേ ജഡ്ജിമാർ ചേർന്നിട്ട് ഒരു കൊളീജിയം, ഈ കൊളീജിയമാണ് ഹൈക്കോടതിയിലെ ജഡ്ജ് അതുപോലെ സുപ്രീം കോടതിയിലെ ജഡ്ജിൻ്റെയൊക്കെ പേര് നിർദ്ദേശിക്കുന്നത്. ഇങ്ങനെ വരുന്ന ജഡ്ജിമാരുടെ ഉറവിടം നോക്കിയാൽ ഇന്ത്യയിലുള്ള 300 കുടുംബങ്ങളിൽ നിന്നാണ് ഇവിടുത്തെ സകലമാന ജഡ്ജിമാരും വന്നിട്ടുള്ളത്. പേരിനൊരു KG ബാലകൃഷ്ണനോ അല്ലെങ്കിൽ ഒരു CT രവികുമാറോ ഒക്കെ വന്നു എന്നുള്ളതല്ലാതെ ഭൂരിഭാഗം ജഡ്ജിമാരും വരുന്നത് ജഡ്ജ് കുടുംബങ്ങളിൽ നിന്നാണ്. എന്നുവെച്ചാൽ അവരത് അവർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ത് ഈ ചന്ദ്രചൂഡിന് അതിനകത്തൊരു മനുഷ്യത്വം കാണാൻ പറ്റാതിരുന്നത്? നമ്മുടെ സംവരണത്തെക്കുറിച്ച് ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള സംവരണ തത്വങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞു ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന 15-16 ആർട്ടിക്കിളുകളെ സംബന്ധിച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പൂർണ്ണമായും പറഞ്ഞിരിക്കുന്നത് എനിക്കും മനസ്സിലായിട്ടുള്ളത്, നമുക്ക് സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവരെ നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി ഏതാണ്ട് 27% സംവരണത്തെ സംബന്ധിച്ചാണ് അതിൻ്റെ അകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ സംവരണത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും പിന്നോക്കാവസ്ഥയിൽ നിലനിൽക്കുന്ന ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ, ഇപ്പോൾ ഉദ്യോഗതലത്തിലാണെങ്കിലും അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനും വേണ്ടിയാണ് ഈ സംവരണ തത്വങ്ങൾ എല്ലാം നടപ്പിലാക്കിയിട്ടുള്ളത്. എങ്കിൽ പോലും ഈ സംവരണ തത്വങ്ങൾ നടപ്പിലാക്കുമ്പോഴേ വിദ്യാഭ്യാസപരമായും തന്നെ ഉദ്യോഗപരമായും തന്നെ സംവരണ തത്വങ്ങൾ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ മാറി മാറി വരുന്ന ഗവൺമെൻറ് ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇവിടെ സാമൂഹിക പരിഷ്കർത്താക്കന്മാരെല്ലാം ഉണ്ടായിരുന്ന പിന്നെ ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനും എല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ സാമൂഹികപരമായ പിന്നോക്കാവസ്ഥ നമ്മുടെ താഴത്തെ തട്ടിലേക്ക് വരെ എത്തിക്കുവാനും ഈ സംവരണ തത്വങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനും അതനുസരിച്ച് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ കൂടിയും ഏതാണ്ട് 142-ലധികം വരുന്ന പിന്നോക്ക സമുദായങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. എന്നാൽ ഈ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങളെ കുറേ അധികം
പിന്നോക്ക സമുദായങ്ങൾക്ക് മാത്രമാണ് ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നതിനൊക്കെ തർക്കമില്ല. ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ രാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്റുകൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ഈ ഭരണഘടനാപരമായി പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുക എന്നതാണ് നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയം. ഇവിടെ ഈ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾ 341 എന്നോ അല്ലെ 342 എന്നോ 338 അല്ലെങ്കിൽ 15(1) ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം മയക്കുവീടായിട്ടുള്ള ഒരു സമൂഹമാണ് രാജ്യത്ത്. അതെല്ലാ വിഭാഗത്തിലെയും പ്രത്യേകിച്ച് ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംരക്ഷണം ഉണ്ടാകണമെന്ന് ആധികാരികമായി പറഞ്ഞിട്ടുള്ള ഒരു ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ വല്ലാത്ത ഒരു അജ്ഞതയിലാണ് ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 2024 ഓഗസ്റ്റ് 1-ാം തീയതി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധിയെ സംബന്ധിച്ചിടത്തോളം ഈ വിധി അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഏത് സമൂഹത്തിനെയാണ് ഇത് ബാധിക്കുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആ ആളുകൾ വളരെ വളരെ ചെറിയൊരു ശതമാനം പോലും ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അത്തരം ആളുകൾ മാത്രമാണ് നമ്മളിന്ന് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ചർച്ച ചെയ്യപ്പെടുന്നത്. അത്തരം ആളുകൾക്കിടയിൽ മാത്രമാണ് ഈ ചർച്ചകൾ ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണദോഷ വശങ്ങൾ അല്ലെങ്കിൽ ഗുണദോഷ ഫലങ്ങൾ എന്താണെങ്കിൽ പോലും അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. സംവരണം ഇവിടെ ആവശ്യപ്പെടാതെ തന്നെ പിണറായി വിജയൻ മുന്നോക്കക്കാർക്ക് സംവരണം കൊടുത്തു. സംവരണം എന്ന് നിഷ്കർഷിക്കാത്ത ഒരു സ്ഥലമാണ് രാജ്യസഭ അംഗത്വം. അവിടെ സംവരണമില്ല. ആ സംവരണമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്നുവരെയും അവിടെയും സംവരണം ഏർപ്പെടുത്തണമെന്ന് ഇന്നുവരെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അങ്ങനെ ഒരു ചർച്ചയെ വന്നിട്ടില്ല, ചെയ്തിട്ടുമില്ല. ചില 1-2 ആളുകളൊക്കെ വന്നു എന്നല്ലാതെ ആ ഭാഗത്ത് അവിടെ സംവരണത്തിൻ്റെ യാതൊരുവിധ ഗുണവും ഈ വിഭാഗം ആളുകൾ കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞു, സംവരണം ഇവിടെ കൊടുക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല എന്ന് അദ്ദേഹം പച്ചയായി തന്നെ പറഞ്ഞു. എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെയാണ് മുന്നോക്ക സംവരണക്കാരന് 10% സംവരണം കൊടുത്തത്. അപ്പോൾ അതും നമ്മൾ കാണണം. അതുപോലെ നമ്മൾ കാണേണ്ട കാര്യം, ഇവിടെ ഭരണഘടന എന്ന് പറയുന്നത് കുന്തവും കുടച്ചക്രവും ഒക്കെയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന മന്ത്രിമാർ വരെയും ഉള്ള ഒരു രാജ്യം കൂടിയാണ് എന്നുകൂടി നമ്മൾ വരുന്നത്. ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലാണ് ഈ മാതൃദേശം അല്ലെങ്കിൽ നമ്മുടെ പൊതുവേദികൾ ഇന്ന് സംവരണത്തിൻ്റെ സംബന്ധിച്ച് സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും വളരെ പ്രസക്തമായ ഒത്തിരി കാര്യങ്ങൾ ഈ സംവാദത്തിലൂടെ ഇവിടെ ഉന്നയിക്കപ്പെടുന്നു. ഇവിടെ നമ്മൾ തർക്കിക്കുന്നതും നമ്മൾ സംവാദിക്കുന്നതും വൈരുദ്ധ്യം ഉണ്ടാക്കാനും ഒന്നുമല്ല. നമുക്ക് പഠിക്കുവാനും പഠിപ്പിക്കുവാനുമാണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറഞ്ഞിട്ട് അവരെ ശത്രുപക്ഷത്തും മിത്രപക്ഷത്തും നിർത്തുവാനും വേണമല്ല. എല്ലാം പഠിച്ചിട്ട് നമുക്ക് ഏതാണ് ശരി ഏതാണ് വേണ്ടത് എന്ന് തിരിച്ചറിവിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഉപസംവരണം എന്ന് മാത്രം പറയുന്ന ഒരു വിഷയം മാത്രം പറഞ്ഞ് 1-2 കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ നമുക്കറിയാം ഉപസംവരണത്തിൻ്റെ ഒരു പച്ചയായ ഉദാഹരണം ഈ നമ്മൾ പിന്നെ PSC റാങ്ക് ലിസ്റ്റ്, കേരളത്തിലെ PSC റാങ്ക് ലിസ്റ്റ്, അതിൽ അപ്പോയിൻമെൻ്റ് നിയമനത്തിൻ്റെ ആ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ജാതികൾക്കാണ് സംവരണം കിട്ടുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കും. അവിടെ സംവരണത്തിൻ്റെ ആനുകൂല്യം കൈപ്പറ്റുന്ന വളരെ ചുരുക്കം 53 പട്ടികജാതി വിഭാഗങ്ങളിൽ വളരെ ചുരുക്കം ചില ജാതികൾക്ക് മാത്രമാണ് സംവരണത്തിൻ്റെ ഭൂരിപക്ഷം ആനുകൂല്യവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംവരണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കാത്ത ഈ 53 പട്ടികജാതിയിൽ ഒത്തിരി ആളുകൾ വേറെയുമുണ്ട്. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഉപസംവരണത്തിൻ്റെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. വിപുലമായ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി മാതൃദേശം ടിവിയുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുന്നു. കൂടാതെ നമ്മുടെ ചീഫ് എഡിറ്റർ പറഞ്ഞിട്ട് ഇത് അവസാനിക്കുന്നില്ല. ഈ മാതൃദേശം ടിവിയുടെ ഈ സംവാദം തുടർന്നും നല്ല രീതിയിൽ മുന്നോട്ട് വന്നു തന്നെയാണ് മാതൃദേശം ടിവിയുടെ തീരുമാനം.
അതുകൂടി എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു.